ആഗോളതലത്തിൽ ഏറ്റവും വിപുലമായ മെട്രോ ശൃംഖലയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര? ആൻസർ 3. 2025 കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? NS മാധവൻ. ലോക ബഹിരാകാശ വാരമായി ആചരിക്കുന്നത് എന്നാണ്? ഒക്ടോബർ 4 മുതൽ 10. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ഇന്ത്യയിലെ ആദ്യത്തെ വൈഫൈ നഗരസഭ മലപ്പുറമാണ്. ഇന്റർനെറ്റിന്റെ ആദ്യ രൂപമാണ് അറപ്പാനെറ്റ്, അഡ്വാൻസ്ഡ് റിസർച്ച് പ്രോജക്റ്റ് ഏജൻസി നെറ്റ്വർക്ക്. ആൻസർ സി 1, 2. താഴെ പറയുന്നവയിൽ ഏറ്റവും വേഗതയേറിയ പ്രിന്റർ ഏതാണ്? ഉത്തരം ലേസർ പ്രിന്റർ. മാമ്പഴം എന്ന പ്രശസ്തമായ കവിത രചിച്ചത് ആര്? വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. ഇന്ത്യയിൽ ദേശീയ കായിക ദിനം ആഘോഷിക്കുന്നത് എന്നാണ്? ഓഗസ്റ്റ് 29. പടയണിയിലെ ഏറ്റവും വലിയ കോലം ഏതാണ്? ഭൈരവി കോലം. രക്തത്തിൻ്റെ ഏകദേശം pH മൂല്യം എത്രയാണ്? ആൻസർ 7.4. ഒരു ദർപ്പണത്തിൻ്റെ വക്രതാ കേന്ദ്രം ഫോക്കസിൽ നിന്ന് 10 സെന്റിമീറ്റർ അകലെയാണെങ്കിൽ അതിൻ്റെ വക്രത ആരം എത്ര? ആൻസർ 20 സെന്റിമീറ്റർ. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവത്തിൽ പുറത്തുവരുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആൻസർ ബി പ്രകാശത്തിൻ്റെ തീവ്രത. രക്തത്തിൽ കൊളസ്ട്രോളിൻ്റെ അളവ് അമിതമാകുന്നത് ഏത് അവയവത്തിൻ്റെ ആരോഗ്യത്തെയാണ് പ്രധാനമായും ബാധിക്കുന്നത്? ഹൃദയം. കാൽസ്യത്തിന് കുറവ് മൂലം എല്ലുകളെ ബാധിക്കുന്ന രോഗം ഏതാണ്? റിക്കറ്റ്സ്. സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭരണഘടനാ ഭേദഗതി? ആൻസർ ബി 44-ാം ഭരണഘടനാ ഭേദഗതി. ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിര അധ്യക്ഷൻ ആരാണ്? ആൻസർ ബി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. പൗരത്വത്തെക്കുറിച്ച് താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി. ഇന്ത്യൻ ഭരണഘടനയുടെ ഭാഗം 2-ൽ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളുകളാണ് പൗരത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. 3. പാർലമെന്റ് പാസാക്കിയ 1955 സിറ്റിസൺഷിപ്പ് ആക്ട് പ്രകാരം 5 വഴികളിലൂടെ പൗരത്വം നേടിയെടുക്കാം. ഇന്ത്യയിൽ മിശ്ര സമ്പദ് വ്യവസ്ഥ ഔദ്യോഗികമായി അംഗീകരിച്ച വ്യവസായ നയം ഏതാണ്? ആൻസർ സി 1948 വ്യവസായ നയം. GSTയുമായി ബന്ധപ്പെട്ട് താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ ബി ആണ്. ഇന്ത്യയിൽ GST നിലവിൽ വന്നത് 2017 ജൂലൈ 1-നാണ്. 101-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് GST നിലവിൽ വന്നത്. GST കൗൺസിലിൻ്റെ അധ്യക്ഷൻ കേന്ദ്ര ധനകാര്യ മന്ത്രിയാണ്. ന്യൂ ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കുമായി ലയിച്ചത് ഏതു വർഷമാണ്? ഓപ്ഷൻ സി 1993. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. ആൻസർ ബി ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല ഇടുക്കിയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല കണ്ണൂരാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. 1 മാത്രമാണ് ശരി. ഓപ്ഷൻ എ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായമാണ് പരുത്തിത്തുണി വ്യവസായം. ഭൂമിയിൽ പകലും രാത്രിയും തുല്യമായി വരുന്ന ദിവസങ്ങൾ വിഷുവങ്ങൾ ഏതെല്ലാം? ഉത്തരം ബി മാർച്ച് 21, സെപ്റ്റംബർ 23. ജർമ്മനിയുടെ വിഭജനത്തിൻ്റെ പ്രതീകമായി അറിയപ്പെട്ടിരുന്ന മതിൽ ഏതാണ്? ആൻസർ ഡി ബെർലിൻ മതിൽ. ശരിയായവ തിരഞ്ഞെടുക്കുക. ഉത്തരം എല്ലാം ശരിയാണ്. 1600 ഡിസംബർ 31-നാണ് എലിസബത്ത് രാജ്ഞി ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഇന്ത്യയുമായി വ്യാപാരം നടത്താൻ അനുമതി നൽകിയത്. ജഹാംഗീർ ചക്രവർത്തിയുടെ കൊട്ടാരത്തിലെത്തിയ ആദ്യത്തെ ഇംഗ്ലീഷ് പ്രതിനിധി
വില്യം ഹോക്കിൻസ് ആണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ അവരുടെ ആദ്യത്തെ വ്യാപാര കേന്ദ്രം സൂററ്റിലാണ് സ്ഥാപിച്ചത്. 1936 നവംബർ 12 തിരുവിതാംകൂറിൽ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച ഭരണാധികാരി ആരാണ്? ഉത്തരം സി. ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ.